ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് NPTEL കോഴ്സിന് ജോയിൻ ചെയ്യുക, പ്ലസ് എക്സാമിന് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാമെന്നാണ് നോക്കാൻ പോണേ. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞാൻ കൂടുതലും സ്കോളർഷിപ്പ് റിലേറ്റഡ് വീഡിയോസാണ് ചെയ്യാറ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഏതെങ്കിലും സ്കോളർഷിപ്പിനെ പറ്റിയിട്ട് അറിയേണ്ടതോ അപ്ലൈ ചെയ്യേണ്ടതോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം NPTEL സ്വയം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പോർട്ടലാണ് ഓപ്പൺ ആയി വരിക. അപ്പോൾ അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാം എക്സ്പ്ലോർ കോഴ്സസ്, അതായത് സ്ക്രീൻ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ. അപ്പോൾ ഈ എക്സ്പ്ലോർ കോഴ്സസിൻ്റെ അടിയിൽ സെർച്ച് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. കാറ്റഗറി നിങ്ങൾക്ക് യൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്യാം. ഡ്യൂറേഷൻ എത്ര മന്ത്സിൻ്റെ ആണെന്നുള്ളത് അതിൽ കൊടുക്കാം. സ്റ്റാറ്റസും. അപ്പോൾ നിങ്ങൾ കോഴ്സ് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ പെട്ട കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അടിയിൽ ഇതുപോലെ വരും. ഇതിപ്പോൾ എല്ലാ കോഴ്സസിൻ്റെയും ഉണ്ട്. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽ അടിയിൽ വരും. ഞാനിപ്പോൾ സെർച്ച് ചെയ്തേക്കുന്നത് ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോഴ്സ് ഫസ്റ്റ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പം ഞാനത് സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കോഴ്സ് ഡ്യൂറേഷനൊക്കെ കാണിക്കുന്നുണ്ട്. 8 വീക്കിൻ്റെ കോഴ്സാണെന്നാണ് അവർ പറയണേ. പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഫോർ എൻറോൾമെൻറ്റ് August 5 എന്നാണ് കാണിക്കണേ. അതായത് കഴിഞ്ഞു. പക്ഷെ ഞാൻ എക്സാമിന് എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആണ് ചെയ്യണേ. അത് കാരണം കൊണ്ടാണ് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അതിൽ ജോയിൻ ബട്ടൺ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ അബൌട്ട് ദ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് കോഴ്സിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന എന്താണെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ പ്രീ റെക്വസൈറ്റ്സ്, പിന്നെ എത്ര അവർ ഉണ്ട് ക്ലാസ്, പിന്നെ വീക്കിലെ ഏതൊക്കെയാണ് സിലബസ് കവർ ചെയ്യാൻ പോണേ, പിന്നെ കോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട ക്രൈറ്റീരിയ ആണ് വേറെ അടിയിൽ കൊടുത്തേക്കണേ. അസൈൻമെന്റിന് 25% അവരെടുക്കും. എക്സാം സ്കോറിന്റെ 75% അവരെടുക്കും. എക്സാം ഓഫ്ലൈൻ ആണ് വരണേ. പിന്നെ ഫൈനൽ സ്കോർ ഇതിന്റെ രണ്ടിനെയും കൂടി സമ്മാണ് അവരെടുക്കാൻ പോണേ. പിന്നെ ഇതിൽ ഏതെങ്കിലും രണ്ടിൽ ഒന്ന് ക്രൈറ്റീരിയ നിങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ഫൈനൽ സ്കോർ 40 ആണ് മിനിമം കിട്ടേണ്ടത് പാസ്സാവാനായിട്ട്. അതവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് സമ്മറി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ എത്ര ക്രെഡിറ്റ് പോയിന്റ്സ് കിട്ടും, അതുപോലെ ഏത് ലെവലാണ് ഈ കോഴ്സ്, എത്ര ഡ്യൂറേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. പിന്നെ സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, പിന്നെ എൻറോൾമെന്റ് എൻഡ് ചെയ്യുന്നത് എന്നാണ്. പിന്നെ നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ എൻഡ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 16th August ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പം നിങ്ങൾ ആരെങ്കിലും എക്സാമിന് രജിസ്റ്റർ ചെയ്യണവരുണ്ടെങ്കിൽ അവരെ ഒന്ന് ഓർമ്മിപ്പിച്ചോളാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോയിൻ ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിന്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാനുള്ള പേജാണ് ഇങ്ങനെ വരിക. അപ്പം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം പ്രൊഫൈലിൽ. നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ടേംസിനും ഒക്കെ എഗ്രി കൊടുത്തിട്ട് അപ്ഡേറ്റ് പ്രൊഫൈൽ ആൻഡ് ജോയിൻ കോഴ്സ് അടിക്കാം. അപ്പം തന്നെ നിങ്ങൾക്കൊരു മെയിൽ വരും ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ അഥവാ ജോയിൻ ചെയ്തവരാണ് എക്സാം രജിസ്ട്രേഷൻ മാത്രം മതിയെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആവുക. അവിടെ ക്ലിക്ക് ടു രജിസ്റ്റർ ഫോർ സർട്ടിഫിക്കേഷൻ എക്സാം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതുമ്മ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജൂലൈ ടു ഡിസംബർ 2024 എക്സാം ഫോമാണ് എടുത്തേക്കണേന്ന് മുകളിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പേഴ്സണൽ ഇൻഫോയിലേക്ക് പ്രൊസീഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ, നിങ്ങളുടെ നമ്പർ, പിന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, പിന്നെ നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി പ്രൂഫും ചോദിക്കുന്നുണ്ട് അവർ. അത് കഴിഞ്ഞ് ഐ ഹിയർ ബൈ കൺഫേം അത് അടിച്ചു കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ തന്നെ സ്റ്റുഡൻറ് സ്പെസിഫിക് ഡീറ്റെയിൽസ് ആണ് അടുത്തതും ചോദിക്കണേ. സെയിം തന്നെ നിങ്ങളുടേതായ റിക്വയർമെന്റിനുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുക വീണ്ടും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഫോം ഫില്ല് ചെയ്യണ സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടാണ് നിങ്ങൾ എൻറോൾ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് അത് കറക്ഷന് വേണ്ടിയിട്ട് എത്രയോ 200 rupees സംതിങ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. ഇത് കറക്റ്റ് ചെയ്യണതിന് വേണ്ടി മാത്രം. അത് കഴിഞ്ഞ് ആഡ് ആൻഡ് ന്യൂ കോഴ്സിൽ പോയിട്ട് ആഡ് കോഴ്സ് അടിക്കുക. നിങ്ങൾ എൻറോൾ ചെയ്ത് ജോയിൻ ചെയ്തൊക്കെ കോഴ്സിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എന്താ പറയുക എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. എന്നിട്ട് നിങ്ങൾക്ക് അഥവാ ഇനി ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ അവിടെ ആഡ് എക്സാം സിറ്റി ആൻഡ് പ്രൊസീഡ് ടു പേ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം സെന്റർ ചൂസ് ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങളുടെ പ്രിഫറൻസിന് എക്സാം സിറ്റി കൊടുത്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഫീ, അതായത് 1000 ആണ് മിക്കയിടത്തും വരണത് കോഴ്സിൽ കണ്ടത്. ആ ഫീ പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നിങ്ങൾ എക്സാമിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നിയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്കോളർഷിപ്സിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.